ഗന്ധരാജൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം, ഈ കാണുന്നത് ഒരു പാവൻ രാജാവിനെയാണ്. നാട്ടിൻ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ പൂവിൻ്റെ മണം പെർഫ്യൂംസിനെ പോലും വെല്ലുന്നതാണ്. ഏകദേശം മുല്ലപ്പൂവിൻ്റെ പോലുള്ള ഒരു മണമാണ് ഇതിന്. അതുമാത്രമല്ല, 20 അടി ദൂരെ നിന്നാലും ഈ പൂവ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഈ പൂവ് മുറ്റത്ത് പൂത്ത് നിന്ന പരക്കുന്ന ഗന്ധമുണ്ടല്ലോ, അത് ഒരു പ്രത്യേകതരം ഗന്ധമാണ്. അതുകൊണ്ടായിരിക്കാം ഇതിനെ ഗന്ധരാജൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് പൂവും ഹൈബ്രിഡ് പൂക്കളും മാത്രം ഭരിക്കുന്ന ഈ ഒരു കേരളത്തിൽ ഇത്തരമൊരു പൂവ് അധികം ആർക്കും അറിയാൻ വഴിയില്ല. പഴയ തറവാടായതുകൊണ്ട് ഇതിവിടെ ഇന്നും നിലനിന്ന് പോകുന്നു. എനിക്ക് ഈ പൂവിനോട് സഹതാപമാണ്. പണ്ട് രാജാവായി വാണിരുന്ന ഒരാൾ ഇന്ന് സാധാരണ മനുഷ്യനാണ്. അധികം ആരും അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ. ഇതുപോലെയുള്ള സാധാരണക്കാർ ഇവിടെ ഏറെയുണ്ട്. നോക്കണേ, ഞാനും ഒരു പൂവാണ് എന്നറിയാതെ പറയുന്നവർ. അത്തരമൊരു പൂവാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഞാനിതിനെ വിളിക്കുന്നത് മിനി സൺഫ്ലവർ എന്നാണ്. അതെ, ഒരു കുഞ്ഞു സൂര്യകാന്തി, തൊടിയിൽ പച്ച വിരിച്ച് പൂവിടുന്ന ഒരു കുട്ടിക്കുറുമ്പി. ഇവൾക്ക് ഗന്ധരാജനെ പോലെ സൗമ്യ സ്വഭാവമൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം തൻ്റെ ഇടമൊക്കെ ഉണ്ട്. ഇനി ഒരാൾ കൂടെയുണ്ട്, ഇരിക്കുമ്പോൾ പൂക്കളിൽ ശാന്തൻ, രാജപ്രൗഢിയുള്ളവൻ. അങ്ങനെ പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. ഡിസ്നി കാർട്ടൂൺസ് റിയലാണ് എന്ന് വിചാരിച്ച കുട്ടിക്കാലത്ത് ഈ പൂവായിരുന്നു എൻ്റെ കിരീടം. ശരിയല്ലേ? കാണാനൊരു രാജകുമാരിയുടെ കിരീടത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടവൻ. ഇങ്ങനെ വെച്ച കിരീടം ശരിയല്ലേ? ഇങ്ങനെ വെച്ചാലോ? സ്റ്റാർ ഫിഷ്. അങ്ങനെ പ്രകൃതിയുടെ ആർക്കിടെക്ചറിൽ യുണീക്കായ പൂക്കളിൽ ഇതും ഒന്നാണ്. എന്തൊരു കുഞ്ഞൻ പൂവാണ്. പണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതിനൊരു ചേനയുടെയൊക്കെ വലിപ്പമുണ്ടെങ്കിൽ ഞാനിത് ഒരു കിരീടമാക്കിയേനെ. ഇത്തരമൊരു നാടൻ പൂക്കൾക്ക് ഞാനൊരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പണിയൊന്നും തീർന്നിട്ടില്ലേ? മഴയായതുകൊണ്ട് ദൂരെ നിന്ന് കാണിക്കുകയാണ്. രാവിലെ മുതൽ മഴ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. പെയ്യും, പെയ്യില്ല, പെയ്യും, പെയ്യില്ല. പക്ഷെ ഒരിക്കലും ദേഷ്യമില്ല. ഇത്രയും നാളത്തെ ഇടവേള കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് പെയ്തോട്ടെ പാവം. ദേ, ഈ ക്ലിപ്പ് കാണുമ്പോൾ എനിക്ക് എന്ന് നിൻ്റെ മൊയ്തീന ഓർമ്മ വരുന്നത്. എക്സാക്റ്റ് അതുപോലെ. മഴത്തുള്ളികൾ വീഴുന്നത് കാണാൻ മുത്തുമാലയുടെ നിറമില്ലാത്ത മുത്തുകൾ പോലെയുണ്ട്. അങ്ങനെ ഇനിയും ഒരു മഴക്കാലം കൂടെ. എന്താണെന്നറിയില്ല, മഴ പെയ്യുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ തോന്നുന്നു. മഴക്കാലത്ത് പുറത്ത് മഴ പെയ്യുമ്പോൾ ക്ലാസ് റൂമിലിരിക്കാൻ എന്ത് രസമായിരുന്നു. ഇനിയും എൻ്റെ കൊച്ചു ചിന്തകളുമായി സാം ഇനിയും വരും. വിത്ത് ലവ്.